എന്താണ് ചക്ക നിനക്കൊരു മൂഡ് ഓഫ്? ഒന്നുമില്ല. ഇന്നാലും അതല്ലല്ലോ, എന്തുണ്ട്? ഒന്നുമില്ല എന്നല്ല പറഞ്ഞത്. അല്ല, എന്താ നിന്റെ കയ്യില്? അത് ശരി, പരീക്ഷ പേപ്പർ കിട്ടിയല്ലേ? ഇപ്പൊ മൂഡ് ഓഫിന്റെ കാര്യം മനസ്സിലായി. പേപ്പറിന്റെ താ, ഞങ്ങളൊന്ന് നോക്കട്ടെ. വേണ്ട, ഞാൻ തരൂല. അതിങ്ങോട്ട് താട കുട്ട, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാ. എങ്ങനെ? അതൊക്കെ പറയാ, ആദ്യം അതിങ്ങ് താ. ഇതാ. 100-ല് 0? അതെ, ഇനിയിപ്പോ എന്താ ചെയ്യാ? 100-ലൊരു 20 കിട്ടിയിരുന്നെങ്കിൽ അമ്മയുടെ അടി ഒഴിവായിരുന്നു. നീ ഒന്ന് പഠിച്ചിരുന്നില്ലേ? പഠിച്ചിരുന്നു. അതിപ്പോ പേപ്പർ കണ്ടപ്പോ മനസ്സിലായില്ലേ? നിങ്ങൾ എന്നെ കളാക്കാതെ എന്തെങ്കിലും ഒരു ഐഡിയ പറ. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്താ, വേഗം പറ. നമുക്ക് ആ പൂജത്തിന്റെ അടുത്തൊരു 10 കൂടി ചേർത്ത് കൊടുത്താലോ? അപ്പൊ 100-ല് 100 ആവൂലേ? ആ, നല്ല പൊട്ട ഐഡിയ. അതെന്താ എന്റെ ഐഡിയക്ക് ഒരു കുഴപ്പം? എന്താ കുഴപ്പംന്നോ? പേരന്റ്സ് മീറ്റിംഗിന് അമ്മ വരുമ്പോ ടീച്ചർ പറയില്ലേ പൂജയാണ് കിട്ടിയതെന്ന്? ആ, അത് ശരിയാണല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? തൽക്കാലം ഒന്നും ചെയ്യല്ല. അമ്മയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന 2 അടി വാങ്ങുക, അതന്നെ. ഇതാണ് നിങ്ങൾ എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞത്? അല്ലാതെ ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്യാനാ? നീ 100-ല് വട്ടപൂജയാണ് മേടിച്ചതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. തൽക്കാലം അമ്മയെ അത് കാണിക്കണ്ട. അത് പറ്റൂല. നാളെ പേപ്പറിൽ സൈൻ ചെയ്ത് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഒപ്പ് നമുക്ക് കിട്ടാലോ? അതിന് അമ്മയുടെ ഒപ്പ് നിനക്കറിയോ? ആ, അതൊക്കെ അറിയാ. 2 വട്ടം 1 കുത്തും. ഇതാണ് അമ്മയുടെ ഒപ്പ്. അതൊന്നും വേണ്ട. അതും കൂടി അറിഞ്ഞ അമ്മയുടെ അടുത്തുനിന്ന് 2 അടി അധികം നിനക്ക് കിട്ടും. അതും ശരിയാ. തൽക്കാലം ഒന്നും ആലോചിക്കണ്ട, നമുക്ക് അങ്ങോട്ട് വീട്ടിൽ പോവുക. അത് നിനക്ക് പറയാ, അടി എനിക്കല്ല കിട്ടണത്. അല്ലാതെ വേറെ മാർഗമില്ലല്ലോ. നീ ധൈര്യമായിട്ടിരിക്ക്, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്നാ വാ, പോവാ. കുട്ടികളെന്താ വരാത്തത്? സമയം 4:30 ആയല്ലോ. ആ, വരുന്നുണ്ട് തോന്നുന്നു. നിങ്ങളെന്ന് ഇത്തിരി വൈകിയോ? ഇല്ലമ്മ. അതല്ല, കുറച്ച് വൈകിട്ടുണ്ട്. എന്താ ഇക്രു നിന്റെ മുഖം വല്ലാതിരിക്കണത്? വീണ്ടും വയറിളക്കം വന്നോ? എനിക്കൊരു കുഴപ്പമില്ല. എന്താ നിന്റെ മുഖക്ക് ക്ഷീണിച്ച പോലെ? ഒന്നുമില്ല, അമ്മക്ക് തോന്നണതാ. അതല്ല, നിനക്ക് എന്നുള്ളൊരു ഉഷാറില്ലല്ലോ. ആ, ഇന്നല്ലേ നിന്റെ കണക്കിന്റെ പേപ്പർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നത്? എന്നിട്ട് പേപ്പർ എവിടെ? അത് അമ്മേ. നിനക്ക് എത്ര മാർക്കാ കിട്ടിയത്? കഴിഞ്ഞ പരീക്ഷനൊക്കെ കൂടുതലുണ്ടോ? മാർക്ക് കുറച്ച് കുറവാണ്. അയ്യോ, 1-2 മാർക്ക് പോയതിനൊന്നും ഇങ്ങനെ വിഷമിക്കണ്ട. പേപ്പർ ഇങ്ങോട്ട് എടുക്ക്, ഞാൻ നോക്കട്ടെ. അത് വേണോ? വേണം. ബാഗ് ഇങ്ങോട്ട് എടുക്ക്. ഇതാ. 100-ല് വട്ടപൂജ്യോ? നീ എന്താടാ ഒന്നും പഠിച്ചില്ലേ? ഞാൻ പഠിച്ചിരുന്നു അമ്മ. എന്നിട്ടാണോ പേപ്പറിൽ വട്ടപൂജ്യം? പരീക്ഷന്റെ സമയത്ത് പഠിക്കാതെ കാർട്ടൂണും കണ്ടിരുന്നിട്ട് ന്യായീകരിക്കണോ? നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ ചെക്ക, അമ്മ ചൂലും കൊണ്ട് വരഞ്ഞു, ഓടിക്കോ. അയ്യോ.